ആലുവ രാജഗിരി ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ഡോക്ടർ കുറ്റസമ്മതം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സർജറി ചെയ്തപ്പോൾ ഉണ്ടായത് തന്നെ ആയിരിക്കണം കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ. ചോറ്റാനിക്കര കടുങ്കമംഗലം സ്വദേശി ബിജു തോമസ് നടുവേദനയെ തുടർന്നാണ് രാജഗിരി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. നടുവേദനയ്ക്ക് കീഹോൾ ശസ്ത്രക്രിയ വേണമെന്ന് ന്യൂറോ സർജനായ ഡോക്ടർ മനോജ് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ 27-ന് ബിജു സർജറിക്ക് വിധേയനായത്. ആശുപത്രിയിലായിരുന്ന ബിജു തിങ്കളാഴ്ചയാണ് മരിച്ചത്. ശസ്ത്രക്രിയയ്ക്കിടെ പ്രധാന ഞരമ്പ് മുറിഞ്ഞിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് ഡോക്ടർ പിന്നീട് കുറ്റസമ്മതം നടത്തി. ഞരമ്പ് മുറിഞ്ഞതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാരോപിച്ച് സഹോദരൻ ബിനു പോലീസിൽ പരാതി നൽകി. ശസ്ത്രക്രിയയിലെ പിഴവ് കാരണം 3 ശസ്ത്രക്രിയ അധികമായി നടത്തേണ്ടി വന്നെന്നും ബന്ധുക്കൾ ആരോപിച്ചു. വേദന എന്ന് പറഞ്ഞപ്പോൾ ഗ്യാസിന്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. 24 മണിക്കൂറിന് ശേഷമാണ് CT സ്കാൻ ചെയ്യാനുള്ള തീരുമാനമുണ്ട്. BP ഒന്ന് കുറഞ്ഞു വിട്ട ആള് വീണതിന് ശേഷമാണ് CT സ്കാൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. 24 മണിക്കൂറിന് ശേഷമാണ്. അത് ആ CT സ്കാൻ അവർ അന്ന് രാത്രി തന്നെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ചേട്ടൻ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ചികിത്സാ പിഴവിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട ബിജു തോമസിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. എന്നാൽ ചികിത്സയിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് രാജഗിരി ആശുപത്രി അധികൃതരുടെ നിലപാട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗിയെ മുറിയിലേക്ക് മാറ്റിയിരുന്നു. പെട്ടെന്നാണ് ആരോഗ്യനില വഷളായത്. ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെന്നും അധികൃതർ വിശദീകരിക്കുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ എടത്തല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.